നമസ്കാരം. ഈ ഒരു വാരത്തിൻ്റെ വാരഫലം, അതായത് ജനുവരി 21 മുതൽ ജനുവരി 27 വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 ലഗ്നക്കാരുടെ വാരഫലം ശ്രദ്ധിക്കുക. അതായത് മകരമാസം 7-ാം തീയതി മുതൽ മകരമാസം 13-ാം തീയതി വരെയുള്ള വാരഫലമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആ വാരഫലം അവതരിപ്പിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. മേടലഗ്നം മുതൽ 12 രാശി ലഗ്നങ്ങൾ വരുന്നവർക്ക് ഉള്ള ഫലമാണ് ഞാൻ പറയുന്നത്. പല കമൻസിനകത്തും പലരും ചോദിച്ചിരുന്നു, അത് കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞുകൂടെ? ലഗ്നം എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല എങ്കിൽ അറിയണ്ട. കാരണം ലഗ്നം അറിയണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ലഗ്നത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ നോക്കുന്നത്. നക്ഷത്രത്തിൽ മാത്രം വിചാരിക്കുന്നവർക്ക് തെറ്റ് പറ്റുന്നു എന്നുള്ള കോമൺ സെൻസ് നിങ്ങളിൽ ഉണ്ടാകണം. നക്ഷത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ, അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവരും ഒരേ ഫലമല്ല അനുഭവിക്കുന്നത്. അതേപോലെ രാവിലെയും ഇന്ന് ഒരു ദിവസം ഒരു നക്ഷത്രം ആരംഭിക്കുകയാണെങ്കിൽ ആ നക്ഷത്രം അവസാനിക്കുന്നത് ഒരു ദിവസം ഫുള്ള് ഉണ്ടായിരിക്കും. ആ ഫുൾ നക്ഷത്രമുള്ള ദിവസവും 12 ലഗ്നങ്ങൾ സൂക്ഷ്മമായിട്ട് വരുന്നുണ്ട്. ഒരു അശ്വതി നക്ഷത്രത്തിൽ സൂക്ഷ്മമായിട്ടൊരു 12-1 ഒരു ലഗ്നം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ആ ലഗ്നത്തിനാണ് സൂക്ഷ്മ ഫലം. ലഗ്നം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ജനിക്കുന്ന ഗോചരം ചന്ദ്രനെ കൊണ്ടാണ് പറയേണ്ടത് എന്ന് പറയുന്നതിനകത്ത് ശാസ്ത്രീയതയില്ല. ഗോചരം ചന്ദ്രനെ കൊണ്ട് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചാന്ദ്രമാസം കണക്കാക്കി പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ, നക്ഷത്രം മാത്രം അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ. ഇന്നതല്ല. ഇന്ന് ലഗ്നത്തിലേക്ക് മാറിയിരിക്കുകയാണ് സാഹചര്യങ്ങളെല്ലാം. അപ്പോഴും നമ്മൾ പണ്ട് സതി നടപ്പിലാക്കിയിരുന്ന കാലത്ത് നിന്ന് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളൊരു ബോധവും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ന് മേടലഗ്നത്തെക്കുറിച്ച് ഞാനൊന്ന് പറയുകയാണ്. മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപനായ ചൊവ്വ വ്യാഴത്തിൻ്റെ രാശിയായ ധനു രാശിയിൽ കൂടി സഞ്ചരിക്കുകയാണ്. ആ വ്യാഴത്തിന് വലിയ ദോഷമില്ലാതെ, അതായത് ഭാഗ്യസ്ഥാനത്തോടെ സഞ്ചരിക്കുന്ന സമയം. കൂടാതെ ഭാഗ്യാധിപനായ വ്യാഴം ലഗ്നത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം, പരിവർത്തനത്തിൽ നിൽക്കുന്നു. ആ ഒരു കാലഘട്ടമാണ് 9-ാം ഭാവസംബന്ധമായ അനുഭവം, ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യം, തപസ്, താതൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് കൂടി പിതാവ് വഴി ഒരു ഭാഗ്യം ഉണ്ടാകാനും, പിതാവ് വഴിയുള്ള ഭൂമിലാഭവും സഹോദരങ്ങളുടെ ഗുണവും അതുപോലുള്ള കാര്യങ്ങളുടെ ലാഭം ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള യോഗമാണ്. ഇളയ സഹോദര ഗുണവും മൂത്ത സഹോദര ഗുണവും അനുഭവത്തിൽ വരാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് ഏതെങ്കിലും മേഖലയിലേക്ക് എക്സാമിനേഷൻ എഴുതിയിട്ടോ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുന്നവർക്കോ, പോസ്റ്റിംഗ് ഓർഡർ ലഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കോ, അല്ലെങ്കിൽ ജോലിയിൽ ഇരുന്ന് അവരിൽ ഉയർന്ന ഉദ്യോഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കോ, സർക്കാരിൽ നിന്ന് ആനുകൂല്യം പ്രതീക്ഷിക്കുന്നവർക്കോ ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്കും ലഗ്നാധിപനും 2-ാം ഭാവാധിപനും ഭാഗ്യസ്ഥാനത്തൂടെ സഞ്ചരിക്കുന്നു. കൂടാതെ വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തെത്താൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠിക്കാനും അതേപോലെ ക്രിയേറ്റീവായിട്ട് മനസ്സിൽ കൂടി പല ധാരണകളോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരം. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക്, അതേപോലെ മീഡിയ ബന്ധത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ ഫിലിം ഇൻഡസ്ട്രി, സീരിയൽ മേഖല, ഡബ്ബിംഗ് മേഖല, അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ യോഗമുള്ളൊരു കാലമാണ് മേടലഗ്നക്കാർക്ക്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ വഴി അഭിവൃദ്ധിയോ സന്താനങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്കും, ഓട്ടോമൊബൈൽ മേഖലയിൽ നിൽക്കുന്നവർക്കും, വൈദ്യ മേഖലയിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. നിയമ മേഖലയിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. വിദേശത്ത് നിന്ന് ധനം വരാനോ വിദേശത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് നിന്ന് ലാഭമുണ്ടാകാനോ യോഗമുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരം. ശിവപ്രീതി നടത്തുന്നത്
മേടലഗ്നക്കാർക്ക് ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ. അതുപോലെ തന്നെ ഇടവലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ശുക്രൻ 7ാം ഭാവാധിപനോടൊപ്പം യോഗം ചെയ്ത് 12ാം ഭാവാധിപനുമായിട്ട് യോഗം ചെയ്ത് വിദ്യാകാരകനുമായിട്ടുള്ള യോഗം ചെയ്ത് അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ സർവപ്രണാശോ, വിപത്ത്, അപവാദം എന്ന് മാത്രം നമുക്ക് കാണേണ്ട ഹിഡൻ പ്ലേസ്, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു കാരണവും കൂടി അവിടെ നമുക്ക് ഉണ്ടാകുന്നു. കാരണം ഇടവലഗ്നക്കാർക്ക് 2ഉം 5ഉം ഭാവാധിപൻ കൂടിയായ ബുധനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പ്രജ്ഞയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉചിതമായ ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ. അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നോ പിതാവിൽ നിന്നോ അനുകൂലമായിട്ടുള്ള അനുഭവ ഗുണമുണ്ട്. വീട്, വാഹനം മുതലായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള യോഗം വരാൻ ഉത്തമമായ ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ കർമ്മസംബന്ധമായ പുഷ്ടി ഉണ്ടാകാനും കർമ്മത്തിൽ ദൂരദേശത്തു നിന്ന് ഉള്ള ആനുകൂല്യങ്ങൾ കിട്ടാനും വിദേശ ബന്ധം ഉള്ള ഒരു അനുഭവം ഉണ്ടാകാനും അതുപോലെ തന്നെ ഏതെങ്കിലും വിദേശ യാത്ര, ലക്ഷറി ആയിട്ടുള്ള യാത്രയ്ക്ക് സാഹചര്യം ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് ജോലിയോ, സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയോ, സന്താനങ്ങൾക്ക് അന്യദേശത്തേക്ക് പോകാനുള്ള അനുഭവമോ ഉണ്ടാകാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുന്നവർക്ക് അല്പ തടസ്സങ്ങൾ ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വാരത്തിൽ. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലോ ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അല്പ തടസ്സങ്ങൾ ഉണ്ടാകും ഈ ഒരു വാരത്തിൽ. വിഷ്ണു പ്രീതി നടത്തുന്നതും അതേപോലെ ഭദ്രകാളി പ്രീതി നടത്തുന്നതും ഈ ഒരു വാരത്തിൽ ഉത്തമമായിരിക്കും. അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും അലട്ടാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ് ഇടവലഗ്നക്കാർ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മിഥുന ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അതേപോലെ ശുക്രനോടൊപ്പം യോഗം ചെയ്താണ് നിൽക്കുന്നത്. കുജനും 7ാം ഭാവത്തിൽ നിൽക്കുന്നു. യാത്രാ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ വീട്, വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. എന്നാൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. പിന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുള്ള കാലഘട്ടമാണ്. ഇഷ്ടവിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. വീട്, വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള കാലഘട്ടമാണ്. അതേപോലെ പുതിയ വീടിന് വേണ്ടിയിട്ടുള്ള പണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനോ ഡോക്യുമെന്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. വ്യാഴം കർമാധിപനായ വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് കൂടി അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. അതേപോലെ ആഭരണ ഭൂഷണാദികൾ, ജ്വല്ലറി മേഖല, പിന്നെ അതേപോലെ ഹോം അപ്ലയൻസ് മേഖല ഇങ്ങനെയുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ അതേപോലെ ദൂരദേശത്തേക്ക് പോകാനോ ദൂരദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും യാത്ര ചെയ്യാനോ ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരം. ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. തലവേദന, അതുപോലെ തന്നെ വാക്ക് സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം. ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലും വഴക്കോ പരാതികളോ അതേപോലെ അകൽച്ചയോ ഉണ്ടാകാനും യോഗമുണ്ട്. അല്പശ്രദ്ധയോടുകൂടി വാക്കുകൾ കൈകാര്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഈ ഒരു വാരത്തിൽ. വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും നടത്തുന്നത് ഉചിതമായിരിക്കും. അതേപോലെ മിഥുന ലഗ്നക്കാർക്ക് കണ്ണിന് അല്പ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കണ്ണിന് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ, അതേപോലെ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പിന്നെ അതുപോലെ കണ്ണിന് അലർജി പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അല്പശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും ഈ ഒരു വാരത്തിൽ.
ഇനി കർക്കിടക ലഗ്നം. കർക്കിടക ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ചന്ദ്രൻ ഈ കാലഘട്ടത്തിൽ രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം നക്ഷത്രം ഏറ്റവും ഉചിതമായ രാശികളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഉച്ചരാശി, ലഗ്നാധിപൻ്റെ ഉച്ചരാശി 11 മുതൽ 12, അതേപോലെ ലഗ്നം വരെയുള്ള രാശികളിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ്. ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടം കൂടെയാണ് എങ്കിലും കളത്ര സംബന്ധമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ കളത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ, സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ, സന്താനങ്ങൾ കൊണ്ടുള്ള മനക്ലേശമോ ഒക്കെ അനുഭവിക്കാനുള്ള യോഗമുള്ള കാലഘട്ടമാണ്. അല്പ പേരുദോഷമോ അപവാദമോ ഒക്കെ കേൾക്കാൻ ഇടവരുന്ന ഒരു കാലഘട്ടമാണ്. കൂടാതെ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും വാദസംബന്ധമായോ പിത്തസംബന്ധമായോ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്പം മുറിവ്, യൂറിനറി ഇൻഫെക്ഷൻ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന വ്യാഴം എല്ലാം പരിഹരിക്കാൻ ഉള്ള അവസ്ഥയിലാണ് എന്നുള്ളതും ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് നല്ല പുഷ്ടിയുണ്ട്. അതേപോലെ പരദേശത്തു നിന്നോ വിദേശത്തു നിന്നോ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനോ, അതേപോലെ പരദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരാനോ, വിദേശ ധനം അല്ലെങ്കിൽ പരദേശത്തു നിന്നും ധനം വരാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ വീട്, വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്പശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ അതേപോലെ കളത്ര സംബന്ധമായ അല്ലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അല്പ ശ്രദ്ധയോടുകൂടി തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൈകാര്യം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടാകാൻ ഉള്ള യോഗവും ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. എന്നാലും വിഷ്ണുപ്രീതി വരുത്തുന്നതും ശിവപ്രീതി വരുത്തുന്നതും ഈ ഒരു വാരത്തിൽ ഈ ലഗ്നക്കാർക്ക് അനുകൂലമായിരിക്കും. ലഗ്നാധിപൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടാവുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സന്താനങ്ങൾ വഴി എന്തെങ്കിലും ദുരിതങ്ങളോ, സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും അവിടെ ശത്രുക്കളുടെ ദോഷമോ ഉണ്ടാകാനും യോഗമുണ്ട്. എന്നാൽ കർമ്മസംബന്ധമായിട്ട് വലിയ ദുരിതങ്ങൾ ഇല്ലാതെ രക്ഷപ്പെടാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അതേപോലെ ആടയാഭരണ ഭൂഷണാദികൾ രംഗത്ത് നിൽക്കുന്ന കർക്കിടക ലഗ്നക്കാർക്കും അല്പം കഷ്ടങ്ങൾ വരാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഭദ്രകാളി പ്രീതിയും കുടുംബക്ഷേത്ര ദേവത ദർശനവും ഒക്കെ ഉചിതമായിരിക്കും ഈ ഒരു വാരത്ത് എന്നുള്ളതാണ് കർക്കിടക ലഗ്നക്കാർക്ക് പറയാനുള്ളത്. ഇനി ചിങ്ങലഗ്നം. ചിങ്ങലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ സൂര്യൻ 6ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ 6ാം ഭാവാധിപനായ ശനി 7ൽ കൂടി യാത്രാസ്ഥാനത്തോടെ സഞ്ചരിക്കുന്നു. യാത്ര സംബന്ധിക്കുന്ന കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അല്പശ്രദ്ധയോട് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ അസ്ഥി സംബന്ധമായ നേത്ര സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഉണ്ടാക്കിയേക്കാം. ചിലപ്പോൾ വാക്കുകളിൽ കൂടി അല്പശത്രുത ഉണ്ടാകാനുള്ള യോഗമുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നതും സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മാനസികമായിട്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാനുള്ള ഒരു യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ വാദസംബന്ധമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനും യോഗമുണ്ട്. എന്നാൽ വ്യാഴം ഇഷ്ടസ്ഥിതി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അല്പം മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകാം. അതേപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് കർമ്മരംഗത്തിൽ എന്തെങ്കിലും ചെയ്യാനും യോഗമുള്ളൊരു കാലഘട്ടമാണ്. കമ്മ്യൂണിക്കേഷൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അല്പശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ ഒരു വാരത്തിൽ ചിങ്ങലഗ്നക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. വിദേശ ധനം വരാനോ വിദേശത്ത് നിന്ന് ലാഭമുണ്ടാകാനോ യോഗമുണ്ട് എങ്കിലും യാത്രാ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് ചിങ്ങലഗ്നക്കാർക്ക് ഈ ഒരു വാരം നന്നായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അത്യാവശ്യമായിട്ട് ശിവപ്രീതി നടത്തുന്നതും കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും ഭദ്രകാളി പ്രീതി നടത്തുന്നതും ഒക്കെ ഉചിതമായിരിക്കും ചിങ്ങലഗ്നക്കാർക്ക് ഈ ഒരു വാരത്തിൽ. ഇനി കന്നി ലഗ്നം. കന്നി ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ബുധൻ സൂര്യനോടൊപ്പം
സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. എന്നാൽ ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥതകളും അപവാദങ്ങളും കേൾക്കാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് കന്നി ലഗ്നക്കാർക്ക് ഈ ഒരു വാരം. എന്നാൽ വീട്, വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ കർമ്മ സംബന്ധമായിട്ടുള്ള പുഷ്ടി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എഴുത്ത് കുത്ത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അതേപോലെ കർമ്മ മേഖലയിൽ ഈ ഫിലിം അതേപോലെ സീരിയൽ, അതേപോലെ അഭിനയ രംഗത്ത്, മീഡിയ രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ ഉചിതമായൊരു കാലഘട്ടമാണ് ഈ കന്നി ലഗ്നക്കാർക്ക് ഈ ഒരു വാരം. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് തൊഴിൽപരമായിട്ട് മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഭൂമിയിൽ കൂടി ലാഭമുണ്ടാകാൻ വിചാരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. അതേപോലെ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കൃഷി ഉൽപ്പന്നങ്ങളുമായിട്ട് ഉള്ള വ്യാപാര വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധം ഉള്ളവർ അല്പശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ കളത്ര സംബന്ധമായ ചില അസ്വസ്ഥതകൾ, പിണക്കം, ഈ മാതിരിയുള്ള അഭിപ്രായ വ്യത്യാസം, വാക്ക് തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അല്പശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. വാക്കുകൾ മൂലം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാക്കുകൾ കൈകാര്യം ചെയ്യുന്നവർ അല്പശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു വാരത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഉണർത്തിക്കേണ്ടതായിട്ട് വരുന്നു. അതേപോലെ വാദസംബന്ധമായ അസുഖം, ശിരസ് സംബന്ധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കണ്ണിനൽപ്പ കാഴ്ചക്കുറവ്, അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സന്താനങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം. എന്നാൽ സന്താനങ്ങൾ പരദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്കോ പരദേശത്തേക്ക് നിന്ന് വരുമാനം സന്താനങ്ങൾ മുഖാന്തരം കിട്ടാനോ ഒക്കെ ലാഭമുള്ള കാലഘട്ടമാണ്. സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇഷ്ടസ്ഥിതി ആയിട്ടുള്ള ഗ്രഹങ്ങളുടെ അനുഭവ ഗുണം അനുഭവത്തിൽ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ സർക്കാരിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. എന്നാൽ അല്പ ദൈവാധീനക്കുറവ് തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം, പേരുദോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. വിഷ്ണുപ്രീതി അടിയന്തരമായിട്ട് വിഷ്ണുപ്രീതി നടത്തേണ്ട ഒരു ലഗ്നക്കാരാണ് കന്നി ലഗ്നക്കാർ. അതിനോടൊപ്പം തന്നെ കുടുംബക്ഷേത്രത്തിലെ ദർശനവും ഭദ്രകാളി പ്രീതിയും നടത്തുന്നത് ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ. ഇനി തുലാലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ 7ാം ഭാവാധിപനുമായി യോഗം ചെയ്ത് നിൽക്കുന്നു. വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി മെനക്കെട്ട് നിൽക്കുന്നവർക്കോ വിവാഹം നടക്കാതിരിക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള ഇഷ്ടവിവാഹം നടക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ ഭൂമിയിൽ നിന്ന് ലാഭം ലഭിക്കാൻ, സഹോദരങ്ങളുടെ അനുഭവങ്ങൾ ലഭിക്കാൻ, അതേപോലെ തന്നെ കച്ചവട മേഖലയിൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ലാഭമുണ്ടാകാനും, സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളോ ഗവൺമെൻറ്റിൽ നിന്ന് കീർത്തിയോ പ്രശസ്തിയോ ലഭിക്കാനോ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. സർക്കാരിൽ നിന്ന് നിയമനം വരാനും അതേപോലെ പോസ്റ്റിംഗ് ലഭിച്ചവർക്ക് പ്രൊമോഷനോടുകൂടിയുള്ള കാര്യങ്ങൾ നടക്കാനും ഒക്കെ യോഗമുള്ള കാലഘട്ടമാണ്. സർവീസ് മേഖലയിൽ കൂടി വളരെ തിളങ്ങാവുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ. എന്നാൽ ചില അസ്വസ്ഥതകൾ, വാക്ക് തർക്കങ്ങൾ, കർമ്മ മേഖലയിൽ തന്നെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ മാനസികമായിട്ട് തളർത്താനുമുള്ള യോഗം ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ കൂടി, അതായത് ഇലക്ട്രോണിക് സാധനങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സെക്ഷനിൽ കൂടി വർക്ക് ചെയ്യുന്നവർക്ക് ചില ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾക്ക് നാശനഷ്ടം ഏർപ്പെടാനും ഒക്കെ യോഗമുള്ളൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വാഹനം, ടെക്സ്റ്റൈൽസ് മുതലായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഭൂമിയിൽ കൂടിയുള്ള ലാഭം ലഭിക്കേണ്ടവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. എന്നാൽ സമ്മിശ്രമായിരിക്കും ഈ ഒരു വാരത്തിലെ ഫലം എന്നുള്ളത് ചിന്തനീയമായിരിക്കും. കാരണം വരവിനോടൊപ്പം ചെലവും ഈ ഒരു വാരത്തിൽ വരാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അല്പ ആരോഗ്യ പ്രശ്നം, ഉദരസംബന്ധമായ അസുഖങ്ങൾ, ആസിഡിറ്റി, യൂറിനറി ഇൻഫെക്ഷൻ മുതലായ വിഷയങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള
യോഗമുള്ളൊരു കാലഘട്ടമാണ്. അല്പസുഖക്കുറവ്, ദേഹസൗഖ്യത്തിൻ്റെ കുറവ്, കണ്ണിന് കാഴ്ചക്കുറവ് ഇവയൊക്കെ വരാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ് തുലാ ലഗ്നക്കാർക്ക് ഈ ഒരു വാരം. ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും ഭദ്രകാളി പ്രീതിയും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ തുലാം ലഗ്നക്കാർക്ക്. ഇനി വൃശ്ചിക ലഗ്നം. വൃശ്ചിക ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ 2ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. അതേപോലെ തന്നെ 7ാം ഭാവാധിപനും 12ാം ഭാവാധിപനും കൂടിയായ ശുക്രനും അഷ്ടമാധിപനും ലാഭസ്ഥാനാധിപനുമായ ബുധനും 2ൽ കൂടി സഞ്ചരിക്കുന്നു. ബുധൻ ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും 2ാം ഭാവാധിപൻ അവിടെയുമായിട്ട് ചൊവ്വയുടെ രാശിയുമായിട്ടൊരു ബന്ധം വരുന്നത് കൊണ്ടും വാക്കുകളിൽ കൂടി ശത്രുത ഉണ്ടാകാൻ ഈ വൃശ്ചിക ലഗ്നക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് സ്വന്തമായിട്ട് ഏതെങ്കിലും ദോഷങ്ങൾ സ്വന്തമായിട്ട് വരുത്താൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. വാക്കുകളിൽ കൂടി, അനാവശ്യമായ സംസാരത്തിൽ കൂടിയോ അനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കൂടിയോ അല്പശത്രുത ഉണ്ടാകാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ്. മനപ്രയാസം വാക്കുകളിൽ കൂടി മനപ്രയാസവും അതേപോലെ സന്താനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കാനും ഒക്കെ യോഗമുള്ളൊരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വൃശ്ചിക ലഗ്നക്കാർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്പശ്രദ്ധയോട് വേണം ഉപയോഗിക്കാൻ എന്നുള്ളത് പറയാൻ ഇവിടെ അവസരമുണ്ടാകുന്നു. ഈ ഒരു ഗ്രഹസ്ഥിതി അതാണ്. അതേപോലെ തന്നെ സുഖം സ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് അല്പസുഖക്കുറവ് ഉണ്ടാകാനുള്ള യോഗം. എന്നാൽ ഭൂമി സംബന്ധമായ ലാഭം, കർമ്മസംബന്ധമായ ലാഭം, അതേപോലെ വിദേശ ധനം, വിദേശ ബന്ധമുള്ള കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വരാം. അല്പ അലസതയും വാദസംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാൻ യോഗമുണ്ട്. അതേപോലെ സന്താനങ്ങൾക്ക് ഭൂമി സംബന്ധമായ ലാഭം കിട്ടാനും സന്താനങ്ങൾക്ക് വീട് വെക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ യോഗമുണ്ടാകാം. കർമ്മസംബന്ധമായിട്ട് സന്താനങ്ങൾക്ക് ലാഭമുണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. കർമ്മസംബന്ധമായിട്ട് ഈ വൃശ്ചിക ലഗ്നക്കാർക്ക് അനുഭവം വന്നില്ലെങ്കിലും സന്താനങ്ങൾക്ക് അനുഭവം വരാനും യോഗമുള്ളൊരു കാലഘട്ടമാണ്. പരദേശത്തേക്ക് പോവാനോ വിദേശത്തേക്ക് പോകാനോ യോഗമുള്ള കാലഘട്ടമാണ്. സർവീസ് മേഖലയിൽ കൂടി ലാഭമുണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ്. വൈദ്യ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ മീഡിയ ബന്ധത്തിലുള്ളവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. മീഡിയ ബന്ധത്തിലുള്ളവർക്ക് അനുകൂലമാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്പശ്രദ്ധയോടെ ആയിരിക്കണം ഈ വൃശ്ചിക ലഗ്നക്കാർ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വിഷ്ണുപ്രീതി, അതിനോടൊപ്പം ശിവപ്രീതി, ഗണപതി ക്ഷേത്രത്തിൽ യഥായിഷ്ട വഴിപാട് നടത്തി കൊള്ളുന്നത് ഉത്തമമായിരിക്കും ഈ ഒരു വാരത്തിൽ വൃശ്ചിക ലഗ്നക്കാർ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ധനു ലഗ്നം. ധനു ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ വ്യാഴം ഇഷ്ടസ്ഥിതിയാണ്. പക്ഷേ ധനു ലഗ്നത്തിൽ ചൊവ്വയും ശുക്രനും ബുധനുമൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മസംബന്ധമായിട്ട് യാത്രാ സംബന്ധമായിട്ടോ വിദേശ ധനം വരാനോ വിദേശ യാത്രയ്ക്ക് പോകാനോ അതേപോലെ എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കും. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ അല്പശ്രദ്ധയോടെ ആയിരിക്കണം ഈ ഒരു വാരത്തിൽ. സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും വേർപാടോ സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട്. ഭൂമി വാങ്ങിക്കാനോ ഭൂമിയിൽ നിന്ന് ലാഭമുണ്ടാകാനോ ഭൂമിയിൽ നിന്നുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ അതേപോലെ കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്യുമെൻ്റ് റൈറ്റിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല ടീച്ചിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഉയർന്ന പൊസിഷനിലേക്ക് ഉള്ള അവസ്ഥ ഉണ്ടാകാൻ യോഗമുണ്ട്. പിതൃ വഴിയുള്ള ധനം ലഭിക്കാനും പിതൃവഴിയുള്ള ഭൂമി ലഭിക്കാനോ ലാഭമുണ്ടാകാനോ യോഗമുണ്ട്. മാതൃവഴിയുള്ള ലാഭമുണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും സന്താനങ്ങൾക്ക് പുഷ്ടിയും ഉണ്ടാകാനുള്ള യോഗം. സന്താനങ്ങൾക്ക് വിവാഹാദി കാര്യങ്ങളിൽ സന്താനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ പാർട്ട്ണർഷിപ്പോ ആയിട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും
ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും വരികയാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതും ആയിരിക്കും. യാത്രാ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അല്പശ്രദ്ധയോട് വേണം സെലക്ട് ചെയ്യാൻ എന്നുള്ളതും ഈ ഒരു വാരത്തിൽ ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ വാദസംബന്ധമായുള്ള അസുഖങ്ങളോ പിത്തസംബന്ധമായ തലവേദന, മൈഗ്രെയിൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, കണ്ണിന് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. ഭദ്രകാളി പ്രീതിയും ശിവപ്രീതിയും ഈ ഒരു കാലഘട്ടത്തിൽ ധനു ലഗ്നക്കാർ നടത്തുന്നത് ഉചിതമായിരിക്കും. ഇനി മകരലഗ്നം. മകരലഗ്നത്തിൽ ലഗ്നാധിപനായ ശനി 2ാം ഭാവത്തിൽ നിൽക്കുന്നു. മകരലഗ്നത്തിൽ ായിട്ട് അഷ്ടമാധിപനായ സൂര്യൻ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായിട്ട് അസ്ഥി സംബന്ധമായിട്ടോ കണ്ണ് സംബന്ധമായിട്ടോ ഏതെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും അപവാദങ്ങളോ പേരുദോഷങ്ങളോ കേൾക്കാനും ഇടയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ശത്രുക്കളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ദോഷദുരിതങ്ങളോ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടാകാനോ, ഉദര സംബന്ധമായിട്ടോ, അതേപോലെ തൊണ്ട, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ കൂടി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ, അതേപോലെ കമ്മ്യൂണിക്കേഷനിൽ കൂടി എന്തെങ്കിലും ആശയവിനിമയത്തിനകത്ത് തകരാറ് ഏർപ്പെട്ട് ശത്രുക്കൾ ഉണ്ടാകാനോ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പിതൃ വഴിയുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധുക്കളുടെ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഒരു കാലഘട്ടമാണ്. എന്നാൽ വിദേശത്ത് നിന്ന് ധനം കിട്ടാനോ വിദേശ ധനം ലഭിക്കാതെ കിടന്ന ഏതെങ്കിലും കാര്യം അനുഭവത്തിൽ വരാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് അല്പ ആരോഗ്യ പ്രശ്നങ്ങളോ ചില അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ ഭൂമിയിൽ നിന്ന് മാതൃവഴിയുള്ള ഭൂമിക്ക് ഏതെങ്കിലും ഭൂമിയിൽ കൂടിയുള്ള വാക്ക് തർക്കമോ തടസ്സങ്ങളോ ഉണ്ടാകാനോ, ഭൂമിയിലേക്ക് കടബാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചൊല്ലി സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പേപ്പേഴ്സ് ലഭിക്കാനോ ഒക്കെ യോഗമുള്ളൊരു കാലഘട്ടമാണ്. അല്പശ്രദ്ധയോടുകൂടി മകരലഗ്നക്കാർ ഈ ഒരു വാരം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇഷ്ടസ്ഥിതിയിലാണ് വ്യാഴം എങ്കിലും സൂര്യൻ അഷ്ടമാധിപൻ ആരൂഢത്തിൽ അല്ലെങ്കിൽ ലഗ്നത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും അതേപോലെ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ മകരലഗ്നക്കാർക്ക്. ഇനി കുംഭലഗ്നം. കുംഭലഗ്നത്തിന്റെ ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പുഷ്ടിയുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ പിതൃവഴിയോ അല്ലെങ്കിൽ അതേപോലുള്ള ആൾക്കാർ വഴിയോ പിതൃതുല്യരായിട്ട് ഉള്ള ആൾക്കാർ വഴിയോ മൂത്ത സഹോദര ഭാവത്തിൽ നിന്നോ ഇളയ സഹോദര ഭാവത്തിൽ നിന്നോ അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ അനുകൂല അവസ്ഥകളും ഉണ്ടായേക്കാം. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് മുതിരുന്നവർക്ക് ഈ ഒരു കാലം അത്ര ഉത്തമമായ ഒരു കാലഘട്ടമല്ല. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അത്ര ഉചിതമായ ഒരു കാലഘട്ടമല്ല. ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ് അതേപോലെ ഉള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഭൂമിയിൽ കൂടി ലാഭം വരാനോ, കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് കൃഷിയിൽ നിന്ന് ലാഭം വരാനോ, അതേപോലെ ബിൽഡേഴ്സ് ആയിട്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആൾക്കാർക്ക് പ്രധാനമായിട്ട് ലാഭം ഉണ്ടാകാനോ, ഭൂമിയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിലൂടെ ലാഭം ലഭിക്കാനോ, അതിൽ നിന്ന് അഭിവൃദ്ധി ഉണ്ടാകാനോ, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നേടുവാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾ മുഖാന്തരം എന്തെങ്കിലും ലാഭം കിട്ടാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടും അല്പ അലട്ടൽ ഉണ്ടാക്കാൻ യോഗമുള്ള കാലഘട്ടം കൂടിയാണ്. ഗവേഷണ വിദ്യ നടത്തുന്നവർക്കും അതേപോലെ ഈ സിവിൽ സർവീസ് പോലുള്ള എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഏതെങ്കിലും റിസർച്ച് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. കർമ്മത്തിൽ കൂടി ലാഭം
സർക്കാരിൽ നിന്നുള്ള പ്രൊമോഷൻ ആനുകൂല്യം എല്ലാം ലഭിക്കാമെങ്കിലും വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ഈ ഒരു വാരത്തിൽ അനുകൂലമായിരിക്കും. ഈ ലഗ്നക്കാർക്ക് അലർജി പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കുംഭലഗ്നക്കാർ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി മീനലഗ്നക്കാർ. മീനലഗ്നത്തിൽ ജനിച്ചവർ ലഗ്നത്തിന്റെ അധിപനായ വ്യാഴം 2ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. കർമ്മഭാവത്തിൽ കൂടി കുജനും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വീട്, വാഹനം മുതലായ കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ്. വീട് വെക്കാനോ ഭൂമി വാങ്ങിക്കാനോ വീടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും എഴുത്തുകുത്തുകൾ പ്രമാണങ്ങൾ നടത്തുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. വാഹനം വാങ്ങാനും ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. കർമ്മത്തിൽ കൂടി പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്തെങ്കിലും നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. കർമ്മ സംബന്ധമായിട്ട് നല്ല പുഷ്ടിയുള്ള കാലഘട്ടമാണ്. പരദേശ ധനം, വിദേശ ധനം, വിദേശത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, കൺസ്ട്രക്ഷൻ മേഖല, സിവിൽ ബന്ധമുള്ള എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, ഓട്ടോമൊബൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അതേപോലെ വീട്, വാഹനം ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പ് മുതൽ ഓട്ടോമൊബൈൽ സെൻറ്റർ വരെയും കൺസ്ട്രക്ഷൻ മേഖല ലാർജ് സ്കെയിലും സ്മാൾ സ്കെയിലുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലും അതേപോലെ തൊഴിലാളികൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് ഏറ്റവും അഭിവൃദ്ധി വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് വിവാഹാദി കാര്യങ്ങൾ നടക്കാൻ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ഇഷ്ടവിവാഹത്തിന് യോഗമുള്ളൊരു കാലമാണ് ഈ ഒരു കാലഘട്ടം ഈ ലഗ്നക്കാർക്ക്. അതുപോലെ തന്നെ പരദേശ ധനം, വിദേശത്ത് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പരദേശത്ത് പോയി പഠിക്കാനും വിദേശത്ത് പോയി കാര്യങ്ങൾ നിർവഹിക്കാനും യോഗമുള്ള കാലഘട്ടമാണ്. മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ധനം, കിട്ടാതിരിക്കുന്ന ധനം അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിലും പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ ഏതെങ്കിലും ലഭിക്കാനും ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ച് ആരും ലോട്ടറി എടുക്കാനായിട്ടുള്ള കാര്യത്തിലേക്ക് മുതിരരുത്. മറഞ്ഞു കിടക്കുന്ന പൂർവികമായ ധനം എന്നുള്ളതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. ആ തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. എന്നാൽ അല്പ തലവേദന, കാൽപാദ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, വാദസംബന്ധമായ പിത്തസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, കണ്ണിന് അല്പ കാഴ്ചക്കുറവ്, അതേപോലെ തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുള്ള കാലമാണ്. വിഷ്ണു പ്രീതിയും ശിവപ്രീതിയും ഭദ്രകാളി പ്രീതിയും ഈ ഒരു വാരത്തിൽ നല്ലതായിരിക്കും. അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഒരു വാരത്തിൽ, സ്കിൻ ഡിസീസ് പോലുള്ള വിഷയങ്ങളും ഈ ഒരു വാരത്തിൽ മീനലഗ്നക്കാർക്ക് അനുഭവത്തിൽ വന്നേക്കാം. പക്ഷേ എല്ലാം വന്നാലും അനുകൂലമായിട്ട് തന്നെ അധികം കടിക്കാതെ കാര്യങ്ങളെല്ലാം നടക്കാനുള്ളൊരു യോഗമുണ്ട്. പക്ഷെ അല്പ അലസതയോ ഉള്ള ഒരു കാലഘട്ടമാണ്. അലസത മാറ്റുന്നതിന് വേണ്ടി സഹസ്രനാമം ജപിക്കുന്നതോ ഗായത്രി മന്ത്രം രാവിലെ എണീറ്റ് ജപിക്കുന്നതോ എല്ലാം ഉത്തമമായിരിക്കും. അങ്ങനെയാണ് ഈ മീനലഗ്നത്തിന് ഈ ഒരു വാരത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ മേടം മുതൽ മീനം വരെയുള്ള 12 ലഗ്നക്കാരുടെ വാരഫലമാണ് ഞാൻ ഈ ഒരു വാരത്തിൽ പറഞ്ഞത്. ഓരോ ഗ്രഹത്തിൻ്റെയും സഞ്ചാരത്തിനെ അനുസരിച്ചിട്ടുള്ള ഫലം, ഗ്രഹങ്ങൾ ഏത് രാശിയിൽ കൂടി ഏത് ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്ന് നോക്കി അതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അല്ലാതെ എല്ലാ നക്ഷത്രക്കാർക്കും ഒരേ ഫലം, എല്ലാ കൂറുകാർക്കും ഒരേ ഫലം പറയുന്ന തരത്തിലുള്ള ഫലം അനുഭവത്തിൽ വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ആ കൂറിൻ്റെയോ നക്ഷത്രത്തിൻ്റെയോ മേഖലയിൽ നിന്ന് നിങ്ങൾ ലഗ്നത്തിലേക്ക് എത്തണം. അവരവരുടെ ലഗ്നം ഏത് എന്ന് കണ്ടുപിടിച്ച് ലഗ്നത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ഇനി അനിവാര്യമായിട്ടുള്ള ഒരു ശാസ്ത്രം. അതിലേക്ക് എത്തുക എന്നുള്ള ഒരു അഡ്വൈസും കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട്.